നിങ്ങളുടെ പോക്കറ്റിലുള്ള ഒരു 500 രൂപയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് കാണിക്കുന്ന വലിയ ഡിജിറ്റൽ നമ്പറുകളോ ഒന്നുമല്ല നിങ്ങളുടെ യഥാർത്ഥ സ്വത്ത്. അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റുകയും ചെയ്തു. അതെല്ലാം വെറും പേപ്പർ മാത്രമാണ്. ഒരു 99% ആളുകളും വീണു പോകുന്ന ഏറ്റവും വലിയ സാമ്പത്തിക ചതിക്കുഴിയാണത്. പ്രതിമാസം ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ടും മാസാവസാനം ക്രെഡിറ്റ് കാർഡ് ബില്ലടയ്ക്കാൻ നെട്ടോട്ടം ഓടുന്ന ആളുകൾ ഒരു വശത്ത്. സാധാരണ ശമ്പളം കൊണ്ട് കോടികളുടെ അസറ്റുകൾ ഉണ്ടാക്കി സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്ന മറ്റു ചിലർ മറുവശത്ത്. അപ്പോൾ നിങ്ങളെ തന്നെ ഈ ഒരു കാറ്റഗറിയിൽ ഒന്ന് ഉൾപ്പെടുത്തി ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കണം. എന്താണ് ഈ 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള ആ ഒരു വലിയ വ്യത്യാസമെന്ന്. ബാങ്കുകൾ നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്ന പണത്തിന്റെ രഹസ്യങ്ങളും കടം ഉപയോഗിച്ച് എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കാമെന്നും നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന രീതിയിലേക്ക് എങ്ങനെ മാറ്റാമെന്നും നമ്മൾ തീർച്ചയായും മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കാഴ്ചക്കാരെ, അടുത്ത ഏതാനും മിനിറ്റുകളിൽ എന്നോടൊപ്പമുള്ള ഈ യാത്രയിൽ നിങ്ങളുടെ പണത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ എന്നേക്കുമായി ഞാൻ മാറ്റി എഴുതാൻ പോവുകയാണ്. സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വെൽക്കം ടു മൈ സയൻസ് ഗാരേജ്. ഒരു നിമിഷം കണ്ണുകളൊക്കെ ഒന്ന് അടച്ച് കുറച്ച് പിറകിലേക്ക് യാത്ര ചെയ്യുക. അന്നത്തെ മനുഷ്യന് വിശക്കുമ്പോൾ കടയിൽ പോയി ഭക്ഷണം വാങ്ങാൻ സ്മാർട്ട് ഫോണിലെ QR കോഡ് സ്കാൻ ചെയ്യാനോ അല്ലെങ്കിൽ കീശയിൽ നിന്ന് പണം എടുത്തു കൊടുക്കാനോ കഴിയില്ലായിരുന്നു. പകരം വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്ന ഒരു ബാർട്ടർ സമ്പ്രദായം അന്ന് നിലവിലുണ്ടായിരുന്നത്. അതായത്, എൻ്റെ പക്കലുള്ള നെല്ല് തന്ന് ഞാൻ നിങ്ങളുടെ കയ്യിലുള്ള പശുവിൻ്റെ പാൽ വാങ്ങിയെടുക്കും. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണെന്നൊക്കെ തോന്നും. എന്നാൽ മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യാപാര പ്രതിസന്ധികൾക്കൊക്കെ തുടക്കമിട്ടതും ഈ ഒരു സമ്പ്രദായമാണ്. അതിന് പ്രധാനമായും ഒരൊറ്റ കാരണമാണ് പറയാനുള്ളത്: ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വോൺസ്. ഇപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. എൻ്റെ കയ്യിൽ കുറച്ച് നെല്ലുണ്ട്, എനിക്ക് കുടിക്കാൻ പാല് വേണം. പക്ഷേ പാല് കൈവശമുള്ള ആൾക്ക് വേണ്ടത് നെല്ലൊന്നുമല്ല, മറിച്ച് ഉടുക്കാൻ ഒരു തുണിയാണ്. അവിടെ കച്ചവടം പൂർണ്ണമായി നിന്നു പോവുകയാണ് ചെയ്യുന്നത്. എനിക്ക് ആവശ്യമായ പാലുള്ള ഒരാളെയും അതേസമയം ഞാൻ നൽകുന്ന നെല്ല് ആവശ്യമുള്ള ഒരാളെയും ഒരേ സമയം ഒരേ സ്ഥലത്ത് കണ്ടെത്തുക എന്നത് അന്നത്തെ കാലഘട്ടത്തിൽ അസാധ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അതിനു പുറമെ മറ്റൊരു വലിയ പ്രായോഗിക പ്രശ്നം കൂടി ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു: അളവുകോലുകളുടെ ഒരു അഭാവം. ഒരു പശുവിന് പകരം എത്ര കിലോ നെല്ല് കൊടുക്കണം? ചെറിയ ഒരു പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു പശുവിനെ പകുതിയായിട്ടൊന്നും മുറിക്കാൻ നമുക്ക് പറ്റില്ല. നെല്ല് മഴയത്ത് വേണേൽ ചീഞ്ഞു പോവാം, പശുക്കൾക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ വന്ന് ചത്തുപോവാം. അതായത്, അന്നത്തെ മനുഷ്യൻ്റെ അധ്വാനത്തിന് ആയുസ് വളരെ കുറവായിരുന്നു. ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ മനുഷ്യരാശി കണ്ടെത്തിയ ഏറ്റവും വലിയ വിപ്ലവകരമായിട്ടുള്ള കണ്ടുപിടുത്തമാണ് ഈ പണം. പണം എന്ന് പറഞ്ഞാൽ എന്താണ്? പലരും കരുതുന്നത് ബാങ്ക് അക്കൗണ്ടിൽ കാണുന്ന അക്കങ്ങളോ പോക്കറ്റിലുള്ള കടലാസ് കഷ്ണമാണ് പണം എന്നാണ്. എന്നാൽ അതൊരു പച്ച കള്ളമാണെന്ന് പറയാം. പണത്തിനെ സ്റ്റോർഡ് ഹ്യൂമൻ എഫേർട്ട് ആൻഡ് സ്റ്റോർഡ് ടൈം എന്നാണ് സാധാരണ പറയുന്നത്. അതായത്, നിങ്ങൾ ഒഴുക്കിയ വിയർപ്പിൻ്റെയും ചിലവഴിച്ച സമയത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും മൂല്യം ഭാവിയിലേക്ക് സൂക്ഷിച്ചു വെക്കാനായി സമൂഹം നിർമ്മിച്ചെടുത്ത ഒരു വിശ്വാസ സംവിധാനം, ഒരു ട്രസ്റ്റ്. ദാറ്റ്സ് ഓൾ. പണം പ്രധാനമായും 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയും. അതായത്, അരിയോ പശുവോ മാറ്റിയെടുക്കാൻ ഇനി മറ്റൊരാളെ തപ്പി നടക്കേണ്ടതില്ല, പണം കൊടുത്താൽ മാത്രം മതി. 2, യൂണിറ്റ് ഓഫ് അക്കൗണ്ട്സ്. ഇറ്റ് മീൻസ് ഒരു ഫോണിന് 15,000 രൂപ, കാറിന് 10 ലക്ഷം രൂപ മൂല്യം എന്ന് കൃത്യമായി നിർണ്ണയിക്കാൻ സാധിക്കും. 3ാമത്തെ കാര്യം, സ്റ്റോർ ഓഫ് വാല്യൂ. അതായത്, ഇന്നത്തെ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം ചീഞ്ഞു പോകാതെ 10 വർഷം കഴിഞ്ഞും ഉപയോഗിക്കാം എന്നൊരു ഫാക്ട്. ഇന്ന് നിങ്ങൾ ദിവസവും 8 മുതൽ 10 മണിക്കൂർ വരെ ജോലി ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നിങ്ങളുടെ ആയുസ്സും നിങ്ങളുടെ ഊർജ്ജവും പണം എന്ന ടോക്കണുകളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ പണം ഒരിക്കലും യഥാർത്ഥ സമ്പത്തല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അത് മറ്റുള്ളവരുടെ അധ്വാനത്തെയും സമയത്തെയും നിയന്ത്രിക്കാനുള്ള ഒരു ടൂള് മാത്രമാണ്. അന്ന് ബാർട്ടർ സിസ്റ്റത്തിൽ നെല്ല് ചീഞ്ഞു പോയതുപോലെ ഇന്ന് നിങ്ങളുടെ പണം വെറുതെ ഒരു ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ പോലെയുള്ള അപകടങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഓർക്കണം. നിങ്ങൾ ആയുസ് കൊടുത്ത് സമ്പാദിക്കുന്ന ഈ പണത്തെ ശരിയായ അസറ്റുകളാക്കി മാറ്റിയില്ലെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ പണത്തിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും പണിയെടുക്കേണ്ടതായിട്ട് വരും. ആ ചതിക്കുഴിയിൽ വീഴാതിരിക്കാൻ പണത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും നമ്മൾ വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കിയിരിക്കണം. പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു സിറ്റുവേഷൻ ഞാൻ നിങ്ങളോട് പറയാം. പ്രതിമാസം 2 ലക്ഷം രൂപ ശമ്പളമുള്ള പുതിയ മോഡൽ BMW കാറിൽ യാത്ര ചെയ്യുന്ന, ബ്രാൻഡഡ് വസ്ത്രങ്ങൾ മാത്രം ധരിക്കുന്ന ഒരാളെ പറ്റി നിങ്ങളൊന്ന് ചിന്തിക്കുക. പക്ഷേ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ കണ്ണിൽ അവൻ ഒരു പക്ഷേ പാപ്പരായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അതേസമയം മാസം 35,000 രൂപ മാത്രം സമ്പാദിക്കുന്ന ഒരു സാധാരണ സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി ഒരുപക്ഷെ നിങ്ങൾ അറിയാത്ത ഒരു കോടീശ്വരനായിരിക്കാം അദ്ദേഹം. ഇത് ചുമ്മാ പറയുന്നതൊന്നുമല്ല.
ഇവിടെയാണ് നമ്മൾ ഭൂരിഭാഗം ആളുകളും തെറ്റിദ്ധരിക്കുന്ന ആ 2 വാക്കുകൾ തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻകം വേഴ്സസ് വെൽത്ത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ടാപ്പിൽ നിന്ന് ഒരു ബക്കറ്റിൽ വെള്ളം പിടിക്കുകയാണ്. ആ ടാപ്പിൽ നിന്ന് എത്ര ശക്തിയായി വെള്ളം വന്നാലും ആ ബക്കറ്റിന്റെ അടിയിൽ വലിയൊരു ദ്വാരമുണ്ടെങ്കിൽ ബക്കറ്റിൽ വെള്ളം നിൽക്കില്ല. ബാങ്ക് അക്കൗണ്ടിലെ വലിയ അക്കങ്ങളൊക്കെ കണ്ട് സന്തോഷമടയുന്ന 90% ആളുകളും ഈ ദ്വാരമുള്ള ബക്കറ്റുമായി നടക്കുന്നവരായിരിക്കാം. ഇവിടെ ദ്വാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൈ ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസിനെയാണ് ഉദ്ദേശിച്ചത്. മാസം 2 ലക്ഷം സമ്പാദിച്ചിട്ട് 2.1 ലക്ഷം രൂപ EMI കടവുമായി ചെലവാക്കുന്നവർ സാമ്പത്തികമായി പണക്കാരാവില്ല. അവർ വെറും ഒരു ഹൈ ഇൻകം പൂവർ പേഴ്സൺ മാത്രമായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ വരുമാനം കൂടുമ്പോൾ അതിനനുസരിച്ച് അനാവശ്യ ചെലവുകൾ കൂട്ടുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന്. നിങ്ങളുടെ സാമ്പത്തിക അച്ചടക്കം ശരിയായിട്ടല്ല എങ്കിൽ മാസം 10 ലക്ഷം കിട്ടിയാൽ പോലും നിങ്ങൾ കടക്കാരനായിട്ട് തുടരും. അങ്ങനെയാണെങ്കിൽ ഇൻകത്തെ എങ്ങനെ വെൽത്താക്കി മാറ്റാമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിലേക്കുള്ള മാർഗങ്ങളെക്കാൾ ഉപരി അതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത്. അതിന് ഞാൻ ഈ പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒന്ന്, ഇൻകം കീപ്സ് യു അലൈവ്, വെൽത്ത് മേക്സ് യു ഫ്രീ എന്നാണ്. നിങ്ങളുടെ ഇൻകം നിങ്ങൾക്ക് ഭക്ഷണവും വസ്ത്രവും തന്ന് നിങ്ങളെ ജീവനോടെ നിർത്തും. വെൽത്ത് ആവട്ടെ നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് നൽകുന്നത്. 2, ദ റിട്ടൻഷൻ റേഷ്യോ. നിങ്ങൾ എത്ര സമ്പാദിക്കുന്നു എന്നതല്ല വിഷയം, സമ്പാദിക്കുന്നതിൽ എത്ര ശതമാനം നിങ്ങൾ നിലനിർത്തുന്നു എന്നാണ് കാര്യം. മാസം 1 ലക്ഷം സമ്പാദിച്ചിട്ട് 10,000 രൂപ മാത്രം സമ്പാദിക്കുന്നവനേക്കാൾ പണക്കാരൻ മാസം 40,000 സമ്പാദിച്ചിട്ട് 20,000 രൂപ അസറ്റിലേക്ക് മാറ്റുന്നവനായിരിക്കും. മൂന്നാമത്തത് വെൽത്ത് ജനറേറ്റർ ഫ്രെയിംവർക്കാണ്. ശമ്പളം കിട്ടിയ ഉടൻ ചെലവുകൾ കഴിഞ്ഞ് ബാക്കിയുള്ളത് സമ്പാദിക്കുക എന്ന പഴയ രീതി ഭൂരിഭാഗം ആൾക്കാരും സദാ പിന്തുടരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ച് നീക്കിയിരിപ്പുകൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ വരുമാനം വന്ന ഉടൻ 20% എമർജൻസി ഫണ്ടിലേക്കും നിക്ഷേപങ്ങളിലേക്കും മാറ്റേണ്ടതാണ്. ബാക്കിയുള്ള 80% കൊണ്ട് മാത്രം ജീവിക്കുക എന്ന പുതിയ രീതി ചൂസ് ചെയ്യാൻ നിങ്ങൾ എപ്പോഴും ശ്രമിക്കണം. അപ്പോൾ ഞാനീ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ, നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കണ്ണഞ്ചിപ്പിക്കുന്നതൊന്നും ആയിരിക്കില്ല. നിങ്ങളെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരുപക്ഷെ ആരെ തിരിഞ്ഞു നോക്കിയെന്ന് കൂടി വരില്ല. നിങ്ങൾ സാധാരണ തുണിയൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ധരിച്ചിരിക്കുന്നത്, സാധാരണ ഫോണായിരിക്കും ഒരുപക്ഷെ ഉപയോഗിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ അക്കൗണ്ടിലെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നിങ്ങൾക്ക് വേണ്ടി ഉറങ്ങുമ്പോൾ പോലും പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളാണ് അവിടെ യഥാർത്ഥ രാജാവ്. തീരുമാനങ്ങൾ എപ്പോഴും നമ്മൾ തന്നെയാണ് ശരിയായ രീതിയിൽ എടുക്കാനുള്ളത്. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തികച്ചും ഗൗരവമുള്ള എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കടുപ്പമേറിയ സത്യത്തെ പറ്റിയാണ്. നിങ്ങൾ ചോര നീരാക്കി അധ്വാനിച്ച് സമ്പാദിച്ച പണം ഒരു ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും അവിടെ എന്താണ് കരുതുന്നത്? ബാങ്ക് അതൊരു വലിയ ഇരുമ്പ് ലോക്കറിൽ നിങ്ങളുടെ പേരൊക്കെ എഴുതി സുരക്ഷിതമായി വെച്ചിരിക്കുന്നു എന്നാണോ? ബാങ്ക് ആക്ച്വലി ഒരു സേഫ് ലോക്കർ അല്ല, മറിച്ച് അതൊരു സാമ്പത്തിക ഇടനിലക്കാരൻ മാത്രമാണ്. ക്രിയേറ്റിംഗ് മണി ഔട്ട് ഓഫ് തിൻ എയർ, ഇതാണ് ബാങ്ക് എന്ന് പറയുന്നത്. ലോകത്തിലെ എല്ലാ സാമ്പത്തിക വ്യവസ്ഥകളെയും താങ്ങി നിർത്തുന്നതും എന്നാൽ ഏത് നിമിഷവും തകർന്നടിയാവുന്നതുമായ ഒരു സംവിധാനമാണ് ഫ്രാക്ഷണൽ റിസർവ് ബാങ്കിങ് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ ക്ലിയർ ആക്കി തരാം. നിങ്ങൾ 1000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ബാങ്കിൻ്റെ നിയമപ്രകാരം നിങ്ങളുടെ 1000 രൂപയും ബാങ്ക് സൂക്ഷിക്കേണ്ടതില്ല. റിസർവ് ബാങ്കിൻ്റെയൊക്കെ നിയമം അനുസരിച്ച് അതിൽ ചെറിയൊരു ശതമാനം, ഒരു 10%, അതായത് ഒരു 100 രൂപ മാത്രം ബാങ്ക് കയ്യിൽ വെക്കും. ഇതാണ് ക്യാഷ് റിസർവ്. ബാക്കി 900 രൂപയും മറ്റൊരു വ്യക്തിക്ക് ബിസിനസ് ലോണായോ ഹോം ലോണായോ ബാങ്ക് നൽകുകയാണ് ചെയ്യുന്നത്. തിയറട്ടിക്കലി നിങ്ങളുടെ അക്കൗണ്ടിൽ ഇപ്പോഴും 1000 രൂപ അവിടെ ഉണ്ട്. ലോൺ എടുത്ത ആളുടെ കയ്യിൽ ഇപ്പോൾ 900 രൂപയും ഉണ്ട്. അതായത് ഒരൊറ്റ ഇൻസ്റ്റൻറ്റിൽ 1000 രൂപ 1900 രൂപയായി മാറി. അപ്പോൾ ഇതിനെയാണ് മണി മൾട്ടിപ്ലയർ എഫക്റ്റ് എന്നൊക്കെ വിളിക്കുന്നത്. നിങ്ങൾ ബാങ്കിലിട്ട വെറും 1000 രൂപയിൽ നിന്ന് ബാങ്കിങ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് 10,000 കണക്കിന് രൂപയുടെ വിർച്വൽ മണിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നാളെ ഒരു ദിവസം ആ ബാങ്കിലെ മുഴുവൻ ഉപഭോക്താക്കളും ഒരുമിച്ച് വന്ന് ബാങ്കിന് മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ പണം മുഴുവൻ ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം എന്നൊക്കെ ആവശ്യപ്പെട്ടാൽ എന്താണ് അവിടെ സംഭവിക്കുക? സ്വാഭാവികമായും ബാങ്ക് ഒറ്റ മിനിറ്റിൽ തകർന്നടി. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ബാങ്ക് റൺ എന്ന്. അപ്പോൾ ഇത്തരം ഭയം ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് സർക്കാർ നിങ്ങളുടെ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് ഇൻഷുറൻസ് നൽകുന്നത്. ഇന്ത്യയിൽ DICGC വഴി 5 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് നൽകുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മൾ ബാങ്കിൽ വെച്ചിരിക്കുന്നത് പണമല്ല, ഇറ്റ്സ് എ ട്രസ്റ്റ്. പണം അച്ചടിക്കുന്നതും വിപണിയിലേക്ക് വിടുന്നതും റിസർവ് ബാങ്ക് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ റിസർവ് ബാങ്ക് എങ്ങനെയാണ് നിങ്ങളുടെ പോക്കറ്റിലെ പണത്തെ വീട്ടിലിരുന്ന് നിയന്ത്രിക്കുന്നത് എന്ന കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അപ്പോൾ അതിന് അവർ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആയുധമാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ബാങ്കുകൾക്ക് RBI നൽകുന്ന വായ്പയുടെ പലിശ നിരക്കാണ്. 2026 സാമ്പത്തിക ചുറ്റുപാട് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. വിപണിയിൽ ഒരു പണപ്പെരുപ്പ്, ഒരു ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നു എന്നും കരുതുക. അപ്പോൾ RBI വളരെ പെട്ടെന്ന് തന്നെ റിപ്പോ റേറ്റൊക്കെ കൂട്ടുകയും ചെയ്യും.
അപ്പോൾ ബാങ്കുകൾക്ക് RBIയിൽ നിന്ന് കിട്ടുന്ന പണം കുറച്ച് ചിലവേറിയതായി മാറും. ഉടൻ തന്നെ ബാങ്കുകൾ നിങ്ങളുടെ ഹോം ലോണിൻ്റെയും കാർ ലോണിൻ്റെയും പലിശയൊക്കെ കൂട്ടും. ഉദാഹരണത്തിന് 7 ആയിരിക്കുന്നത് ഒരു 9.5% ഒക്കെ ആക്കും. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് മാത്രം കണ്ടാൽ മതി. സോ നിങ്ങളുടെ EMI ഒക്കെ അതുവഴി കൂടും. നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം കൂടുതൽ പോകുമ്പോൾ നിങ്ങൾ അനാവശ്യ ചെലവുകൾ സ്വാഭാവികമായിട്ടും കുറയ്ക്കുക തന്നെ ചെയ്യും. അങ്ങനെ വിപണിയിൽ ഡിമാൻഡ് കുറയുകയും പണപ്പെരുപ്പം നിയന്ത്രണത്തിലാകുകയും ചെയ്യുക ചെയ്യും. ഇനി റിസഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, അതായത് സാമ്പത്തിക മാന്ദ്യം സംഭവിക്കുന്നു എന്നൊന്ന് ഇമാജിൻ ചെയ്യുക. RBI റിപ്പോ റേറ്റ് കുത്തനെ കുറയ്ക്കും. അപ്പോൾ അതോടെ വായ്പകൾ വളരെ വില കുറഞ്ഞതായി മാറും. ആളുകൾ ബാങ്കിൽ നിന്ന് വൻതോതിൽ വായ്പയെടുത്ത് വിപണിയിൽ ചെലവഴിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അങ്ങനെ ഇക്കണോമി വീണ്ടും റോക്കറ്റ് പോലെ കുതിച്ചു വരികയും ചെയ്യും. സോ ഇൻ റിയാലിറ്റി ബാങ്ക് നമ്മളെ സമ്പന്നരാക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങളുടെ പണം കൊണ്ട് മറ്റുള്ളവരെ സമ്പന്നരാക്കുകയും ആ വ്യത്യാസത്തിൽ നിന്ന് സ്വന്തമായി ലാഭമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു വലിയ ബിസിനസ് ഐഡിയോളജിയാണ് ഇവിടെ വർക്കൗട്ട് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് പണത്തെ ബാങ്കിൽ ഉറക്കി കിടത്താതെ അതിനെ എങ്ങനെ ബുദ്ധിപരമായി ഡെപ്റ്റ്, ലിവറേജ് എന്നിവ ഉപയോഗിച്ച് അസറ്റുകളാക്കി മാറ്റാം എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കട, ഈ ഒരൊറ്റ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും? ഭയം, അത് ഒഴിവാക്കേണ്ടതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വരും. അപ്പോൾ നിങ്ങളൊന്ന് കേട്ടുകൊള്ളുക. ലോകത്തിലെ 99% കോടീശ്വരന്മാരും കോടീശ്വരന്മാരായത് സ്വന്തം കയ്യിലെ പണം മാത്രം വെച്ചല്ല, മറിച്ച് മറ്റുള്ളവരുടെ പണം വായ്പ എടുത്തുകൊണ്ട് കൂടിയാണ്. അതെ, കടം എന്നത് ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. ശരിയായി ഉപയോഗിച്ചാൽ നിങ്ങളെ കോടീശ്വരനാക്കുന്ന മാർഗവും, തെറ്റായി ഉപയോഗിച്ചാൽ നിങ്ങളെയും കുടുംബത്തെയും അടക്കം കുഴിച്ചു മൂടുന്ന ഒരു വലിയ മരണക്കെണിയുമാണ്. എങ്ങനെയാണ് കടം ഒരു പണക്കാരനെ കൂടുതൽ പണക്കാരനാക്കുന്നതും സാധാരണക്കാരനെ ജീവിതകാലം മുഴുവൻ അടിമയാക്കുന്നതും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പണ്ട് ആളുകൾ ഒരു സാധനം വാങ്ങുമ്പോൾ 500 രൂപയുടെ നോട്ടുകളൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ അവരുടെ തലച്ചോറിൽ ഇൻസുല എന്ന ഭാഗം ഉത്തേജിപ്പിക്കപ്പെടും. അപ്പോൾ തലച്ചോറിലൊരു ഭയം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇതിനെ വിളിക്കുന്നത് പെയിൻ ഓഫ് പേയിങ് എന്നാണ്. എന്നാൽ ഇന്ന് ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു വേദന സ്വാഭാവികമായി ഉണ്ടാവില്ല. ഒരു QR കോഡ് നമ്മൾ നിന്ന് സ്കാൻ ചെയ്യുന്നു, പാസ്വേഡ് അടിക്കുന്നു, സെക്കൻഡുകൾക്കകം 10,000 അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് പോകും. സോ നമ്മൾ അറിയാതെ തന്നെ EMI എന്നൊരു കുഴിയിലേക്ക് നമ്മൾ വീഴുകയാണ്. 50,000 രൂപയുടെ ഒരു ഫോൺ ഒറ്റയടിക്ക് വാങ്ങാൻ നമ്മൾ ഒന്ന് ഭയക്കും. എന്നാൽ മാസം വെറും 2,500 രൂപയുടെ EMI എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അതിനകത്ത് പോയി വീഴുകയും ചെയ്യും. 2 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ ആ ഫോണിന് നമ്മൾ 60,000 രൂപയോളം ഒരുപക്ഷെ നൽകിയിട്ടുണ്ടാവും. എന്നാൽ ആ ഫോണിൻ്റെ ഇപ്പോഴത്തെ മൂല്യം നോക്കിയാൽ അത് 25,000 അതും അല്ലെങ്കിൽ ഒരു 30,000 രൂപയൊക്കെ മാത്രമായിരിക്കും. അപ്പോൾ ഇതിനെയാണ് ഡെപ്റ്റ് സ്പൈറൽ അല്ലെങ്കിൽ കടക്കണി എന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്മൾ അപകടം എന്ന് കരുതുന്ന ഈ കടം തന്നെ 2 കാറ്റഗറികളുണ്ട്. നമ്മുടെ പോക്കറ്റിൽ നിന്ന് പണം വെളിയിലേക്ക് കളയുന്ന എല്ലാ വായ്പകളും ചീത്ത കടമാണ്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വസ്ത്രങ്ങൾ വാങ്ങുന്നത്, ഗാഡ്ജറ്റുകൾ വാങ്ങുന്നത്, നമ്മൾ സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ കഴുത്തറപ്പൻ EMIയിലൊക്കെ പോയി ചാടി ആഡംബര കാറുകളൊക്കെ വാങ്ങുന്നത്, പേഴ്സണൽ ലോണുകൾ എടുത്ത് വിനോദയാത്രകളൊക്കെ പോകുന്നതെല്ലാം ഈ ഒരു ചീത്ത കടത്തിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്. നിങ്ങളുടെ പോക്കറ്റിലേക്ക് പുതിയ പണം എത്തിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതോ ആയിട്ടുള്ള വായ്പകളെല്ലാം നല്ല കടത്തിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്. നമ്മുടെ ബിസിനസ്സൊക്കെ വികസിപ്പിക്കാൻ എടുക്കുന്ന ലോണും എഡ്യൂക്കേഷൻ ലോണുകളും അതേപോലെ EMIയേക്കാൾ കൂടുതൽ റെൻ്റൽ ഇൻകം തരുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി വാങ്ങാൻ എടുക്കുന്ന ലോണൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. എനിക്ക് നിൽക്കാൻ കുറച്ച് സ്ഥലവും ഒരു വടിയും തന്നാൽ ഞാൻ ഈ ഭൂമിയെ തന്നെ ഉയർത്തി കാണിച്ചു തരാം എന്ന് പണ്ട് ആർക്കമിഡീസ് പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഈ വടിയുടെ പേരാണ് ലിവറേജ്. കുറഞ്ഞ തുക സ്വന്തം കയ്യിൽ നിന്നും മുടക്കി ബാങ്കിൻ്റെ പണം ഉപയോഗിച്ച് വലിയൊരു അസറ്റ് സ്വന്തമാക്കുക എന്നതാണ് ലിവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. 2001 ഷാരൂഖ് ഖാൻ തൻ്റെ വീടായ മന്നത്ത് വാങ്ങുന്നത് ഏകദേശം 13 കോടി രൂപയ്ക്കാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ 13 കോടി രൂപയും ക്യാഷായിട്ട് അടയ്ക്കുവാനെന്ന് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അദ്ദേഹം ചെയ്തത് സ്വന്തം കയ്യിൽ നിന്ന് വെറും 20%, അതായത് ഏകദേശം ഒരു 2.6 കോടി രൂപ ഡൗൺ പേയ്മെൻറ്റ് നൽകുകയാണ് ചെയ്തത്. ബാക്കി 80% തുകയും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയും ചെയ്തു. അതായത് വെറും 2.6 കോടി രൂപ സ്വന്തം കയ്യിൽ നിന്ന് മുടക്കി അദ്ദേഹം 13 കോടിയുടെ അസറ്റിനെ നിയന്ത്രിക്കുകയാണ്. ഇന്ന് ആ മന്നത്തിൻ്റെ മൂല്യം 200 കോടി രൂപയ്ക്ക് മുകളിലാണ്. അന്ന് 13 കോടി രൂപയെ ഒറ്റയടിക്ക് മുടക്കാതെ ബാങ്കിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ബാക്കി വന്ന കോടികൾ മറ്റു വൻകിട ബിസിനസ്സുകളും ഓഹരികളിലും IPLലും ഒക്കെ നിക്ഷേപിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇതാണ് പണക്കാരുടെയൊക്കെ രഹസ്യം. അവർ ബാങ്കിൻ്റെ പണം കൊണ്ട് വലിയ വലിയ അസറ്റുകളൊക്കെ വാങ്ങും. ആ അസറ്റ് വളരുകയും അതിൽ നിന്നുള്ള ഒരു വരുമാനം ബാങ്ക് ലോണൊക്കെ അടച്ചു തീർക്കാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ലിവറേജ് ഒരു റോക്കറ്റ് ഇന്ധനം പോലെയാണ്. ശരിയായി ഉപയോഗിച്ചാൽ നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് തീർച്ചയായും എത്തിക്കും. തെറ്റിയാൽ അവിടെ തന്നെ കത്തിച്ചാമ്പലാവും. ഉദാഹരണത്തിന്, നിങ്ങളൊരു പ്രോപ്പർട്ടി ലോൺ എടുത്ത് വാങ്ങി, പക്ഷേ അതിൽ നിന്ന് വാടകയൊന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല.
പ്രോപ്പർട്ടിയുടെ വിലയാണെങ്കിൽ കുത്തനെ ഇടിഞ്ഞു എന്ന് കൂടി കരുതുക. അപ്പോഴും ബാങ്കിന് നൽകേണ്ട EMIയിൽ ₹1 പോലും അവിടെ കുറവില്ല എന്ന് ഓർക്കണം. നിങ്ങളുടെ സ്വന്തം കയ്യിലെ സമ്പാദ്യം മുഴുവൻ ആ വായ്പ അടച്ചു തീർക്കാൻ ചോർന്നു വയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിവറേജ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില ഗോൾഡൻ റൂൾസ് ഒക്കെ ഉണ്ട്. അതായത് എപ്പോഴും വായ്പ എടുത്ത് വാങ്ങുന്ന അസറ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനം ബാങ്കിൻ്റെ EMIയേക്കാൾ കൂടുതലായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിപണിയിൽ തകർച്ചയുണ്ടായാലും താങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ബാക്കപ്പ് മണി കയ്യിലുണ്ടായിരിക്കണം. ഏറ്റവും കുറഞ്ഞത് 6 മാസത്തെ EMI അടയ്ക്കാനുള്ള പണം ലിക്വിഡ് ബാങ്ക് അക്കൗണ്ടിൽ മാറ്റിവെച്ചതിന് ശേഷം മാത്രം വായ്പകളിലേക്ക് കടക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ചില സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കൊരു പരിധി വരെ കുറച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ സാമ്പത്തികത്തെ പറ്റി അന്വേഷിച്ച് വേവലാതി കൊള്ളുന്ന ഒരു സമയത്ത് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് നല്ല കടത്തിലാണോ അതോ ചീത്ത കടത്തിലാണോ എന്നാണ് നിങ്ങൾ ആദ്യം ചിന്തിച്ച് തുടങ്ങേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക യാത്രയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് നമ്മുടെ സമ്പാദ്യം മുഴുവൻ ഇല്ലാതാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു സേവിങ്സ് പിരമിഡ്. സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിനും സമ്പത്ത് വളർത്തുന്നതിനുമുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഘടനയാണ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പിരമിഡ് എന്ന് പറയുന്നത്. റിസ്ക്കും അതിലൂടെ ലഭിക്കുന്ന റിട്ടേണും കൃത്യമായി ബാലൻസ് ചെയ്ത് പണം എങ്ങനെ വിന്യസിക്കണമെന്നുള്ള ഒരു ഏകദേശ ഐഡിയ ആണിത്. പിരമിഡിൻ്റെ ബേസ് എത്ര ശക്തമാണോ അത്രയും സുരക്ഷിതമായിരിക്കും അതിന് മുകളിലോട്ടുള്ള തലങ്ങളിലെ ഹൈ റിസ്ക് ഡെപ്പോസിറ്റുകൾ. ബേസ് ഘട്ടം സാമ്പത്തിക സുരക്ഷയാണ്. പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ സംരക്ഷണം നേടുന്നതിനുള്ള ഒരു ഫേസാണിതെന്ന് പറയാം. എമർജൻസി ഫണ്ടുകളും ഇൻഷുറൻസുകളും ഒക്കെ നമുക്കിതിനകത്ത് ഉൾപ്പെടുത്താം. ഏറ്റവും കുറഞ്ഞ റിസ്ക്കും ഉയർന്ന ലിക്വിഡിറ്റിയും ഒക്കെയാണ് ഈ ബേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. രണ്ടാമത്തെ ഘട്ടം സേഫ്റ്റി ആൻഡ് ഇൻകം എന്ന് പറയുന്നതാണ്. പണപ്പെരുപ്പത്തിനെതിരെ സംരക്ഷണവും സ്ഥിരമായിട്ടുള്ളൊരു ലാഭവും ഉറപ്പാക്കാനാണ് ഇത് സഹായിക്കുന്നത്. FD, RD, ഗവൺമെൻറ് ബോണ്ടുകൾ, PPFകൾ, നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റുകൾ, ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകളൊക്കെ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. റിസ്ക് കുറവുണ്ട് എന്നതിനോടൊപ്പം തന്നെ ഒരു നിശ്ചിത റിട്ടേൺ ഉണ്ട് എന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്ന ഗ്രോത്ത് ലെവലാണ്. ദീർഘകാലയളവിൽ പണപ്പെരുപ്പത്തെ മറികടന്ന് വലിയ തുക കെട്ടിപ്പടുക്കലാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ, മികച്ച കമ്പനികളുടെ ഡയറക്റ്റ് ഓഹരികൾ, റിയൽ എസ്റ്റേറ്റ്, സോവറിൻ ഗോൾഡ് ബോണ്ടുകളൊക്കെ നമുക്ക് ഈ ഒരു തേർഡ് ഫേസിൽ ഉൾപ്പെടുത്താം. മറ്റ് ലെവലുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ താരതമ്യേന റിസ്ക് കുറവും ഉയർന്ന റിട്ടേണിങ്സ് ഒക്കെ കിട്ടുമെന്നുള്ളത് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് ഹൈ റിസ്ക് സെക്ഷനാണ്. ഏറ്റവും വേഗത്തിലുള്ള വളർച്ചയാണ് ഈ ലെവലിൻ്റെ ലക്ഷ്യമെങ്കിലും വലിയ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു ബോധ്യം കൂടി ഉണ്ടാവണം. ട്രേഡിങ്, സ്മോൾ ക്യാപ്പ് അല്ലെങ്കിൽ പെന്നി സ്റ്റോക്കുകൾ, ക്രിപ്റ്റോ കറൻസികളൊക്കെ ഈ ഒരു സെക്ഷനിലാണ് വരുന്നത്. വലിയ റിസ്ക് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിക്ഷേപ തുകയുടെ വളരെ ചെറിയ ഒരു ഭാഗം, ഏകദേശം ഒരു 5 അല്ലെങ്കിൽ ഒരു 10% മാത്രമേ ഇതിലേക്ക് കൊണ്ടുവയ്ക്കുവാൻ പാടുള്ളൂ. അതൊരു ശ്രദ്ധ വേണം. അപ്പോൾ ഈ സേവിങ്സും ഇൻവെസ്റ്റിങ്ങും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കണം. അടിയന്തര ആവശ്യങ്ങൾക്കായി പണം സുരക്ഷിതമായി മാറ്റിവെക്കുന്നതിനെയാണ് സേവിങ്സ് എന്ന് പറയുന്നത്. ഇതിൽ റിസ്ക് ഇല്ലെങ്കിലും ഇതിൽ നിന്ന് ലഭിക്കുന്ന പലിശ ഇൻഫ്ലേഷൻ മറികടക്കാൻ നമുക്ക് പര്യാപ്തമാവുകയില്ല. അതേസമയം ഇൻവെസ്റ്റിങ്ങിൽ നമ്മൾ ഭാവിയിൽ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പണം വിവിധ മാർഗ്ഗങ്ങളിൽ വിന്യസിക്കുന്ന ഒരു ടെക്നിക്കാണ്. റിസ്ക് ഉള്ളത് കൊണ്ട് തന്നെ ലോങ് ടൈം കോമ്പൗണ്ടിങ് വഴി വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാവാനുള്ള സാധ്യതയും അതിനകത്തുണ്ട്. അപ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ഈ പിരമിഡിൻ്റെ അടിത്തറ ഇളകാതെ നോക്കുക എന്നുള്ളതാണ്. ഇൻഷുറൻസും എമർജൻസി ഫണ്ടും തയ്യാറാക്കാതെ നേരിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലോ ഉയർന്ന റിസ്ക്കുള്ള ഇടങ്ങളിലോ നിക്ഷേപിക്കാൻ പോകരുത്. അപ്പോൾ എല്ലാ പണവും ഒരൊറ്റ മാധ്യമത്തിൽ മാത്രം നിക്ഷേപിക്കാതെ പിരമിഡിൻ്റെ വിവിധ ഘട്ടങ്ങളിലായി വീതിക്കുന്ന ഒരു മെത്തഡോളജിയാണ് സ്വീകരിക്കേണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ ഇൻവെസ്റ്റിങ്ങിൽ യഥാർത്ഥ വളർച്ച ലഭിക്കാൻ സമയവും അച്ചടക്കവും ആവശ്യമാണ് എന്നൊരു സാമാന്യ ബോധം കൂടി എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സാമ്പത്തിക സാക്ഷരത എന്നത് ബാങ്ക് അക്കൗണ്ടിലെ പൂജ്യങ്ങൾ കൂട്ടൽ മാത്രമല്ല, അത് നിങ്ങൾക്ക് തരുന്ന ഫ്രീഡം കൂടിയാണ്. ജോലിയുടെ ഒക്കെ സമ്മർദ്ദങ്ങളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും മോചനം നേടി സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പരമസ്വാതന്ത്ര്യം. നിങ്ങളുടെ എമർജൻസി ഫണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ പണം അറ്റ്ലീസ്റ്റ് എവിടേക്കാണ് പോകുന്നത് എന്നുള്ളൊരു ധാരണ നിങ്ങൾക്കുണ്ടോ? താഴെ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന് വാക്ക് നൽകുന്നു. Until then, stay tuned to My Science Garage.